ിലെ മുസാഫർ നഗറിൽ വഖഫ് നിയമത്തിന് എതിരെ കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ച് പ്രതിഷേധിച്ചവർക്ക് സിറ്റി മജിസ്ട്രേറ്റ് നോട്ടീസ് നൽകി. മണിപ്പൂരിൽ ബില്ലിനെ പിന്തുണച്ച BJP ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷന്റെ വീട് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, രണ്ട് രീതികളാണ്. ഒന്ന്, പള്ളിയിലത്തരം ഒരു പ്രതിഷേധം നടത്തി ബില്ല് വരുമ്പോൾ അവർ നേരിട്ട് ഹാജരാകുവാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു അനുരണനങ്ങൾ എന്തെല്ലാമാണ്? മാർഷലെ, ഏറ്റവും പ്രധാനവും പുതുതായി നടന്നിരിക്കുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇന്ന് രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായ കപിൽ സിബൽ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ തങ്ങൾ നൽകിയിരിക്കുന്ന ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആ ആവശ്യം ഏതാണ്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന് പുറമെ സമസ്തയ്ക്ക് വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി ഉൾപ്പെടെയുള്ളവരും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ പല മേഖലകളിലും നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ ഈ പ്രതിഷേധിച്ച പള്ളിയിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ച് പ്രതിഷേധിച്ച 300ഓളം പേർക്ക് മുസാഫർ നഗറിലെ സിറ്റി മജിസ്ട്രേറ്റ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈദ് ദിവസവും അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ സമയത്ത് ഇവർ ഈ കറുത്ത ബാഡ്ജ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അതിൻ്റെ പ്രതിഷേധ സൂചകമായി ധരിച്ചിരുന്നു. ഇവരോട് 16-ാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരായി മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ ബോണ്ട് കെട്ടണമെന്നും അടുത്ത 1 വർഷത്തേക്ക് ഒരു തരത്തിലുള്ള സംഘർഷത്തിലും ഏർപ്പെടില്ല എന്ന ഉറപ്പ് നൽകണമെന്നും ഈ നോട്ടീസിൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ ഇന്നലെ വൈകിട്ടുണ്ടായ സംഘർഷത്തിലാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മോർച്ചയുടെ അധ്യക്ഷൻ വീട് കത്തിച്ചത്. അദ്ദേഹം നേരത്തെ ഈ വഖഫ് ബില്ലിനെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ മണിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സംഘടനകൾ ഈ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിന്റെ ഇടയിലാണ് ഈ ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷന്റെ വീടിന് തീയിട്ടിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പുറവും എല്ലാം തന്നെ ഇത്തരം അക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് വഖഫ് ബില്ലിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ.